തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉയരുകയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി മരിച്ചതായാണ് പരാതി. പന്മന സ്വദേശി 48-കാരനായ വേണു മരിച്ചത് ചികിത്സ കിട്ടാതെയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. മെഡിക്കൽ കോളേജിൽ 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ല എന്ന് കുടുംബം ആരോപിച്ചു. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണ് എന്ന വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ഒരു അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണം. അത് നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായതാണ്. ഇവർ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടുപോയ എമർജൻസി പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് ചെന്നതാണ്. അവർ ഇതുവരെ 5 ദിവസം വരെ അവിടെ ഇട്ടിരുന്നിട്ട് നോക്കാത്തത് കൊണ്ടാണ് അയാൾ ഇത്രയും വോയിസ് മെസ്സേജ് ഇടേണ്ട കാര്യം വന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയാണ്. അത് അന്വേഷിക്കണം. അത് മന്ത്രിതലത്തിലായാലും ആരോഗ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അത് അന്വേഷിച്ച് കണ്ടെത്തണം. ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാന്നിട്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു. എന്നിട്ട് വേണോണ്ട് അന്ന് തലേന്ന് വേറൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, എന്തെങ്കിലും ചോദിച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല നിങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് നോക്കാൻ പറ്റിയ പേഷ്യൻസിനെ മാത്രമേ പറ്റൂ. അന്നേരം വേണോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു ഡോക്ടർമാരല്ലേ, സാധാ ഒരു തലവേദനയൊക്കെ മരുന്ന് തരാവുന്നതേ ഉള്ളെന്ന് പറഞ്ഞ് എന്നെ വീണുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളവും വെച്ച്. വെന്റിലേറ്ററിൽ കയറ്റിയപ്പോഴും ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കാണിക്കും, ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് വിളിച്ചാൽ നേരിയ ഒരു ജീവൻ ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ ഉണരും എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ അതിനകത്ത് കയറ്റിയില്ല. അവസാനം വരെ കരഞ്ഞിട്ട് പോലും അവസാനം പൊതിഞ്ഞ് താഴെ മോർച്ചറി വഴി ഇറക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മക്കളും ആ മനുഷ്യനെ കാണുന്നത്. ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. ചികിത്സ കിട്ടാതെയാണ് പന്മന സ്വദേശി മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. വേണുവിന്റെ സഹോദരന്റെയും ഭാര്യയുടെയും പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഗുരുതരമായ ആരോപണമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ 5 ദിവസമൊക്കെ ചികിത്സ കിട്ടിയില്ല എന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വേണുവിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രി അത്യാവശ്യം നല്ല രീതിയിൽ ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ചികിത്സിക്കാൻ സാധിക്കാത്ത ഒരു രോഗിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. അടിയന്തരമായി അവിടെ ചികിത്സ ലഭ്യമാക്കേണ്ടതായിരുന്നു. പക്ഷേ 5 ദിവസം ആ മനുഷ്യൻ ആ ആശുപത്രിയിൽ കിടന്നിട്ട് പോലും ഒരു ഡോക്ടർമാർ പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. പല സമയങ്ങളിലും ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന് ഇവിടെയില്ല, പുറത്തുപോയി വാങ്ങിക്കാനടക്കം ഈ നഴ്സുമാർ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. അത് ഇന്നലെയാണ് വേണു മരിച്ചത്. ആ കുടുംബത്തിന് ഒരു ഓട്ടത്തൊഴിലാളിയാണ്, രണ്ട് പെൺമക്കളുടെ അച്ഛനാണ്. ആ കുടുംബത്തിന് ഗൃഹനാഥനെ നഷ്ടമായിരിക്കുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ ആശുപത്രിയിലെ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം, ഒരു മരണം ഉണ്ടാകാൻ കാരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ആരോപണം. 4 മണിക്കാണ് വേണുവിൻ്റെ സംസ്കാരം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് കുടുംബം ഇപ്പോൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം DMOയെ ഫോണിൽ വിളിച്ച് പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ DMO നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളൊരു മനുഷ്യനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർമാരുടെ 5 ദിവസം ഗുരുതരമായ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നവുമായി ചെന്ന ഒരാളാണ്. ആ വ്യക്തിക്ക് ചികിത്സ ലഭിച്ചില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം. വലിയ സർക്കാർ ആശുപത്രിയാണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. ആ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, വേണുവിൻ്റെ ശബ്ദ സന്ദേശമുണ്ട്. ആ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏതാണ്ട് 3 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ്. അതിനകത്ത് ഒരു സുഹൃത്തിന് അയച്ചതാണ്. അതിൽ പറയുന്നുണ്ട്, പലതവണ ഈ ഡോക്ടറോട് ആവശ്യപ്പെടുന്നുണ്ട്, തനിക്ക് നെഞ്ചുവേദനയാണ്, തലവേദന ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെ അതിന് ചികിത്സ നൽകാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വേണു തന്നെ പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ തിരികെ വരാം. ഇപ്പോൾ ആ ഓഡിയോ സന്ദേശം നമുക്ക് കേൾക്കാം. അൻവർ, ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല. നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയെ എമർജൻസി ആയിട്ട്
കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാദ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും? കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കണ്ണൻ, മരിച്ചുപോയ ഒരാളുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അടിമുടി അഴിമതിയാണ്. ഇത്രയും ദിവസങ്ങളായിട്ടും യാതൊരു വിധത്തിലുള്ള ചികിത്സയും കിട്ടുന്നില്ല. നായയെ നോക്കുന്ന കണ്ണുകൊണ്ടാണ് അധികൃതർ നോക്കുന്നത്. ഒരു വിവരവും ലഭ്യമാകുന്നില്ല. വേദന പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ നമ്മളുടെ ഇടയിലില്ല. അത് എന്തൊരു നിസ്സഹായാവസ്ഥയാണ്. ആ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ മനുഷ്യൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിച്ചിട്ടുള്ളത്. അത്രത്തോളം വേദന ഉള്ളതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത് അടിയന്തരമായി എനിക്ക് ചികിത്സ ലഭ്യമാക്കണം എന്നുള്ള ഒരാവശ്യം. ഈ ഓഡിയോ സന്ദേശം വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല, ആരോഗ്യമേഖല 1ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് അത് കൈയൊഴിയാൻ വേണ്ടിയുള്ള ശ്രമം ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായേനെ. പക്ഷേ ആ മനുഷ്യൻ്റെ ഓഡിയോ സന്ദേശം വേണമെങ്കിൽ അത് മരണമൊഴിയായി പോലും എടുക്കാവുന്നതാണ്. പല തവണ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടു അടിയന്തരമായി ചികിത്സ വേണം, തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്, തന്നെ ചികിത്സിക്കാൻ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ട് പോലും ഒരു ഡോക്ടറും തിരിഞ്ഞു നോക്കിയില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലാണ് ആ മനുഷ്യനെ കൊണ്ടുപോയെന്ന് ഓർക്കുക. അവസാനം വീണ്ടും അവിടെ വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുന്നു, അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്നു. ആ ഹൃദയാഘാതം ഉണ്ടായ സമയത്ത് പോലും കുടുംബത്തെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണിക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് തുണിയിൽ പൊതിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്താണ് ആ അമ്മയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം ആ മനുഷ്യനെ അവസാനമായി ഒന്ന് കാണുന്നത്. എന്തൊരു നിസ്സഹായാവസ്ഥയാണ് എന്നുള്ളതാണ്. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത്രത്തോളം കരഞ്ഞു പറഞ്ഞിട്ട് പോലും ആ മനുഷ്യന് ചികിത്സ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആശുപത്രിയിൽ നിറയെ അഴിമതിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പൈസ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തനിക്ക് ചികിത്സ ലഭ്യമാകാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യം.